ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും മുമ്പാകെ വചനവുമായിട്ട് നിൽക്കാനായിട്ട് ദൈവത്തിനെ സഹായിച്ചതിനായിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് വചന ചിന്തയ്ക്കായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 16-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ നമുക്ക് കാണാപ്പാടമായിട്ട് അറിയാം ഒരു വാക്യമുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചു. ദൈവം നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള ആ അടിസ്ഥാനത്തിലാണ് നാം നിൽക്കുന്നത്. നാം 8-ാം അധ്യായത്തിലേക്ക് 8-ാം അധ്യായമാണ് ഞാൻ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. 8-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയില് വളരെ 3.5 വർഷക്കാലം മാത്രമാണ് തന്റെ പരസ്യ ശുശ്രൂഷ ശിഷ്യന്മാർ ഒരുമിച്ച് ഈ ഭൂമിയിലായിരുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ്, നമുക്കറിയാം, കർത്താവിനെ വളരെയധികം പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയും എങ്ങനെ ആ വാക്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ പ്രവൃത്തിയിൽ കൊടുക്കാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ 8-ാം അധ്യായത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ യേശു കർത്താവിന്റെ മുൻപിലെ ഒരു വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ മുൻപിൽ കൊണ്ടുവന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഇതാ ഞങ്ങള് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, അവൾക്ക് നീ എന്താണ് വിധി കൽപ്പിക്കുന്നത് എന്ന് അവനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ അവന്റെ പേരിൽ ഒരു കുറ്റം ചാർത്താം എന്നുള്ള ഒരു താല്പര്യത്തോടെ അങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് എല്ലാവരും കേൾക്കെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളില് പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാനാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കർമ്മത്തിൽ പിടിക്കുമ്പോൾ അവളെ കൊല്ലുക എന്നുള്ളതും അത് ഈസി ഗോയിങ് അല്ല, കല്ലെറിഞ്ഞ് തന്നെ കൊല്ലണം. അതാണ് മോശയുടെ നിയമം, ആ പഴയ നിയമത്തിൽ നിയമം കൊടുത്തിരിക്കുന്നത്. അപ്പൊ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളില് പാപമില്ലാത്തവർ ആദ്യം അതിൽ കല്ലെറിയട്ടെ, അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് അത് പിരിഞ്ഞു പോയിട്ട് അവസാനം ആ സ്ത്രീയും കർത്താവും തനിച്ചായപ്പോൾ തന്നെ അവളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങള് ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് അവളോട് ചോദിക്കുമ്പോൾ, ഇല്ല കർത്താവ് എന്ന് പറയുമ്പോൾ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നീ ഇനി പോവുക, പാപം ചെയ്യരുത്. നോക്ക്, കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നുള്ളതിന് ഇതിലധികം തെളിവ് എന്താ വേണ്ടത്? കർത്താവ് നമ്മുടെ ആ പഴയകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ യാതൊരു പ്രവൃത്തികളും കൊണ്ടല്ല കർത്താവ് എന്നെ സ്നേഹിച്ചത്. എന്നാല് കർത്താവിന്റെ ആ ദീർഘമായിട്ടുള്ള ആ സ്നേഹത്തില് എന്നെ വീണ്ടെടുത്ത് ആ നിത്യജീവൻ പ്രാപിക്കാനായിട്ടാണ് എന്നെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ കുറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തില് ആ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു പർപ്പസ് ഉണ്ട്. അതിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും ദൈവം കോംപ്രമൈസ് ചെയ്യുവാനായിട്ട്, കർത്താവ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതിന്റെ 8-ാം അധ്യായത്തിലെ ഇന്ന് കുറിവാക്യമായിട്ട് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന വാക്യം അതിന്റെ 8-ാം അധ്യായത്തില് അതിന്റെ 12-ാമത്തെ വചനം, 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനമാണ്. യേശു പിന്നെയും, അതായത് പിന്നെയും ഈ ഒരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞു. അതിനുശേഷം യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. കർത്താവ് വളരെ ചുരുങ്ങിയ സമയം മാത്രം ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയുന്നു. അപ്പൊ നാം ഈ കർത്താവിനെ അനുഗമിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവന്റെ വെളിച്ചത്തിൽ നാം നടക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഭൂമിയിൽ നമുക്ക് എത്ര കാലം ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ അങ്ങനെയാണ് നമ്മൾ ഈ മുൻപോട്ട് പോകുന്നത്. എത്ര കാലമുണ്ട് എന്ന് വരികിലും ആയിരിക്കുന്ന ആ സമയങ്ങളിൽ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അവന്റെ ആ വെളിച്ചത്തില് നാം നടക്കുന്നവരായി തീരുവാനായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഈ വെളിച്ചം എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ഒരു വെളിച്ചത്തിലെ നമുക്കറിയാം, ഒരു കരിക്കട്ട എടുത്തിട്ട് ഒരു തീയില് അതിൽ ആ തീ ഉള്ള ഒരു സ്ഥലത്തേക്ക് കരിക്കട്ട വെച്ചെങ്കിൽ മാത്രമേ അതും കത്തി ജ്വലിച്ച്
അത് നല്ല പ്രകാശം പരത്തുകയുള്ളൂ. അല്ലെങ്കിൽ ആ കരിക്കട്ട കരിയായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നാം ഓരോരുത്തരും അങ്ങനെ ആയിരുന്ന അവസ്ഥയിൽ നിന്നും കർത്താവിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിന്റെ വെളിച്ചമാണ്, കർത്താവിന്റെ ജീവനാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അല്പം അല്പമായിട്ട് പ്രകാശം ലഭ്യമാകുന്നത്. അങ്ങനെ നമുക്ക് ലഭ്യമാകുന്ന പ്രകാശം നാം മറ്റുള്ളവരെയൊക്കെ പകർന്നു കൊടുക്കുവാനും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ അവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 അവിടെ പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ നോക്ക്, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആയിരുന്ന അവസ്ഥ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിൽ നിന്ന് ഒട്ടും മോചനം പ്രാപിപ്പാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥലത്ത് അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്നു. നോക്ക്, എങ്ങനെയാണ് അവന്റെ ആ വെളിച്ചത്തിൽ നടക്കുവാനായിട്ട് നാം താല്പര്യത്തോടെ മുൻപോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്, അതിന്റെ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 അതിന്റെ 2-ാം അധ്യായത്തില് 9-ാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇവിടെയും പത്രോസ് അപ്പോസ്തലൻ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെ ഈ കരിക്കട്ടയ്ക്ക് തുല്യമായിരുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മെ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ഏറ്റവും, അതായത് 100% വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ അത് കൊണ്ടുവരികയാണ്. അതായത് അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ആരുടെ അത്ഭുത പ്രകാശമാണ്? യേശു കർത്താവിന്റെ ആ വെളിച്ചത്തിലേക്ക്. അങ്ങനെ ആ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിനുശേഷം ആ വെളിച്ചത്തിലേക്ക് പകർന്നു ചെന്നതിന് ശേഷം നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ നമുക്കൊരു ദൗത്യം കൂടി അവിടെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അതായത് എന്റെ ജീവിതത്തില് എത്രമാത്രം വ്യതിയാനം ഉണ്ടാക്കി ഈ വെളിച്ചം, അല്ലെങ്കിൽ ഈ അത്ഭുത പ്രകാശം എന്നിൽ എത്രമാത്രം വെളിച്ചം ഉണ്ടാക്കിയെന്ന് നാം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി നിൽപ്പാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ചും ഇവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഓക്കെ, എല്ലാം അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്. അതായത് ഒന്നിലും കുറവില്ലാതെ നമ്മെ ഓരോരുത്തരെയും അങ്ങനെ തന്നെയാണ് കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാം 2-ാം അധ്യായം ഫസ്റ്റ് പീറ്റർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ മനുഷ്യർ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സസ് 4 ഓൺവേഴ്സ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. നോക്കുക, വേറെ ഒരു വഴിയുമില്ല, വേറെ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ വേറെ ഒരു വഴിയും ഈ ലോകത്തിലില്ല. ഒരൊറ്റ വഴി മാത്രം എന്ന് നാം വിശ്വസിക്കുന്നു, അത് നാം ഉദ്ഘോഷിക്കുന്നു, അത് നാം ഏറ്റെടുത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ ആ പരിചയമായിട്ട് നാം മുന്നോട്ട് കൊള്ളും. മനുഷ്യർ തള്ളിയതെങ്കിലും ഇന്ന് ലോകത്തിൽ അനേകം പേര്, ലോകത്തിൽ കോടി ജനങ്ങളുണ്ട്. അതിൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വാസ്തവമായിട്ടും ഈ വെളിച്ചമാണ് നമ്മെ വെളിച്ചത്തിലേക്ക് നടത്താനായിട്ടുള്ള ആധാരമായിരിക്കുന്നതെന്ന്? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വരണം. ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നതിന് ശേഷം വന്നിട്ട് നിങ്ങളും, അടുത്ത വചനം 5, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. അപ്പൊ അതായത് നാം ഒരു പണിപ്പുരയിലാണ്. ആ വസ്തു ആരാണ്? പണിയപ്പെടേണ്ട വസ്തു നാമാണ്. അപ്പൊ നമ്മെ എങ്ങനെയാണ് പണിയുന്നത്? ഒരു ആശാരി ഒരു തടിക്കഷണം എങ്ങനെ പണിഞ്ഞ് നല്ലൊരു രൂപത്തിലാക്കി എടുക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആ ഒരു ഫർണിച്ചർ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടൊരു ഫർണിച്ചർ ആക്കി എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം, വേറെ ആരുമില്ല, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം. അപ്പൊ നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം ആ ദൈവത്തിന്
നമ്മുടെ ജീവിതം പ്രസാദമുള്ളതായിരിക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗവും സ്വന്തം ജനവുമാകും. നോക്ക് എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയാണ്, ഈ കർത്താവിന് കൂടെ നടക്കുകയും ആ കർത്താവിന്റെ സ്വരം കേൾക്കുകയും സ്വർഗത്തിൽ നിന്നും ആ കർത്താവിന്റെ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയും ചെയ്ത പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഇങ്ങനെയാണ് ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും കർത്താവിനെ പിൻപറ്റുവാൻ ഇടയായി തീർന്നത്. ഞങ്ങളും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആ ജീവനുള്ള കല്ലുകളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളും അതുപോലെ തന്നെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് ഈ ഒരൊറ്റ വഴി മാത്രമാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് എങ്കിലും ആ അത്യന്ത പ്രകാശത്തിലേക്ക്, ആ അത്ഭുത പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരണമെന്ന് വരിയിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴി മാത്രമാണ് കർത്താവ് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആകട്ടെ, അവന്റെ അടുത്തേക്ക്, ആ വെളിച്ചത്തിലേക്ക് നാം കടന്നു വരിക എന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ അതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്താ യോഗ്യതയുണ്ടോ? ഒരു യോഗ്യതയുമില്ല ആ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ. നമ്മുടെ യാതൊരു യോഗ്യതയും അതിന് കാരണമല്ല. എന്നാല് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. യോഹന്നാൻ 3:21. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നോക്ക്, അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവം മുൻപാകെ പ്രാഗൽഭ്യത്തോടെ നിൽപ്പാനായിട്ട് നമ്മൾ ഒരുക്കുന്നതിന് നാം പ്രവർത്തിക്കുന്ന എന്ത് തന്നെ ആയിരുന്നാലും അത് ദൈവത്തിന് യോഗ്യമായി അനുയോജ്യമായി തീരണം എന്ന് തന്നെയാണ് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ആയിരുന്നാലും അത് ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയായി തീരുവാനായിട്ടും കർത്താവ് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നന്മ, നമുക്ക് എന്തെങ്കിലും ഇന്ന് ലോകത്തില് ഈ കർത്താവിലൂടെ ഈ വെളിച്ചത്തിലൂടെ കടന്നു വരാത്ത സമൂഹത്തില് അനേകം പേര് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അല്ലെങ്കിൽ അഗതികളെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഇങ്ങനെ അനേക പുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന അനേക പേരുണ്ട്, നമുക്കറിയുവാനായിട്ട് കഴിയും. എന്നാലേ ഇങ്ങനെ നന്മ ചെയ്ത് മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് മാത്രം നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുകയില്ല. അതിന്റെ 20 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാല് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നോക്ക്, അപ്പൊ ഇവിടെ ഈ ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് അത് ഒരു പാപം ചെയ്തതോ കൊലപാതകം ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ അല്ല. എന്നാൽ എന്താണ് ന്യായവിധി എന്നതോ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. അപ്പൊ നോക്ക, ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് ഈ ഭൂമിയിലെ എന്നെ കർത്താവിന്റെ മകനും മകളുമായി നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനുള്ള അധികാരത്തോടെ നമ്മളെ എടുത്തിരിക്കുന്ന കർത്താവ് പറയാണ്, ഈ ഇരുളിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല. ആ ഇരുളിനെ, അത് നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ ആയിരുന്നാലും കർത്താവിന്റെ വെളിച്ചത്തിൽ നാം നോക്കുമ്പോൾ നാം അതിനെ മാറ്റിക്കളയും. അങ്ങനെ ഓരോ ദിവസവും നാം കർത്താവിന് അനുയോജ്യമായ രീതിയിലേക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും. നാം ഒരു തെറ്റിൽ അകപ്പെട്ടു എങ്കിൽ ആ തെറ്റ് അതിനെ ന്യായീകരിക്കുകയല്ല, അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത് അത് കർത്താവ് നമുക്ക് അടിസ്ഥാനമായിട്ട് വെച്ചിരിക്കുന്ന. എല്ലാവരും വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ആരും നീതിമാനല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാക്കി കളഞ്ഞു. നോക്ക, ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാക്കി. അപ്പൊ ഇവിടെ ആരാണ്? എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വെച്ചിരിക്കുന്ന അടിസ്ഥാനം എന്താണ്? ഇരുളിനെ സ്നേഹിക്കാതെ വെളിച്ചത്തിലേക്ക് കടന്നു വരിക, ആ കർത്താവിനെ സ്നേഹിക്കുക, ആ നിത്യജീവന്റെ അവകാശികളായി തീരുക. നാം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 8-ാം അധ്യായത്തിൽ, 8-ാം ലൂക്കോസിന്റെ സുവിശേഷം
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഒരു വിതയ്ക്കുന്നവന്റെ ഒരു ഉപമ പറഞ്ഞതിന് ശേഷം കർത്താവ് തന്നെ ശിഷ്യന്മാർ കർത്താവിന്റെ ചെല്ലിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നീ ഈ പറഞ്ഞതിന്റെ ഈ ഉപമയുടെ പൊരുൾ എന്താണ് കർത്താവെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അത് കർത്താവ് തന്നെ അതിനെ വിവേചിച്ചു കൊടുക്കുന്ന കാര്യമാണ്. 11 തൊട്ട് അവിടെ അതിന്റെ 10-ാമത്തെ അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്താ എന്ന് ചോദിച്ചതിന് അവൻ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിക്കുവാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുവാനും ഉപമകളില്ലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളതോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. വീണ്ടും അടുത്ത ഒരു കാരണം, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കും. എന്നാൽ കർത്താവ് പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. എന്നാല് നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ഇവിടെ പല കാര്യങ്ങളും കർത്താവ് പറയുമ്പോൾ ഇവിടെ മുള്ളിനിടയിൽ വീണതിന് ഫലമുണ്ടാകും. ഫലമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഫലമുണ്ട്. എന്നാല് അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം കൊടുക്കുവാനായിട്ട് അതിന് കഴിയുകയില്ല. കാരണം എന്താണ്? അതിന് ചുറ്റുമായിരിക്കുന്ന ആ മുള്ള് അതിനെ ഞെരുക്കി ആ ഫലം കൊടുക്കാതെ നമ്മെ അതിൽ നിന്ന് തടയുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ നല്ല നിലത്ത് വീണ വചനം, നല്ല മണ്ണിലുള്ളത് വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങള് സംഗ്രഹിക്കാനും അത് വീണ്ടും വീണ്ടും അയവിറക്കുവാനുമായിട്ട് കഴിയുന്നില്ല എന്ന് വരിയിൽ പലപ്പോഴും നമ്മൾ ഇതിൽ വീണ് പോകുവാനായിട്ട് ഇടയായിത്തീരും. നല്ല നിലത്ത് തന്നെയാണ് കാര്യങ്ങൾ വിതയ്ക്കുന്നത് ചെയ്യുന്നത്. എന്നാല് ആ വചനം ഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഒരു പദം കൂടെ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഹൃദയത്തിൽ വചനമൊക്കെയും ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമയില്ല എന്ന് വരിയിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ക്ഷമിക്കാതെ അല്ലെന്നൊരിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ അല്ലെന്നൊരിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അക്ഷമയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഫലം കൊടുക്കുവാനായിട്ട് ഇടയായി തീരത്തില്ല. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തില്ല. അപ്പൊ ഇവിടെയും ആ നല്ല നിലത്ത് വീണ ആ വിത്തായിട്ട് തന്നെ നമ്മൾ നല്ല നിലത്ത് വിതച്ചായിട്ട് തന്നെ നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാല് നല്ല നിലത്ത് മണ്ണിൽ വീണത് അത് ഹൃദയത്തിൽ നാം സംഗ്രഹിച്ച് ക്ഷമയോടെ നാം ഓരോ കാര്യങ്ങളും അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഫലം കൊടുക്കുവാനായിട്ടും ഇടയായിത്തീരുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ കാര്യവും ഇത് തന്നെയാണ്. നാം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് വീണ്ടും ഇങ്ങനെ തന്നെയാണ്. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. ഇങ്ങനെ നമ്മള് ഈ ക്ഷമയോടെ നമ്മൾ ഫലം കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ബോൾഡായിട്ട് നമുക്ക് നിൽപ്പാനായിട്ട് കഴിയും. എന്താണ്? നമ്മൾ വിളക്ക് കൊളുത്തി അത് പ്രകാശം പരത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം പിന്നെ നാം ചെയ്യുന്നത് അതാരും പറയിൻ കീഴിൽ അല്ല വെക്കുന്നത്, അത് തണ്ടിന്മേൽ തന്നെയാണ് വെക്കുന്നത്. കാരണം എന്താണ്? അവിടെ അത് അകത്ത് വരുന്നവർ അത് വെളിച്ചം കാണേണ്ടത് തന്നെയാണ്. അല്ല നമുക്ക് മാത്രമായിട്ടുള്ള ഒരു വെളിച്ചമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വെളിച്ചമായിട്ട് തന്നെ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കുകയാണ് നാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവസന്നിധിയില് നമുക്ക് നമ്മെ തന്നെ താഴ്സമ്മിക്കാം. വിളക്ക് ഒരിക്കലും വെളിച്ചത്തെ ചൊല്ലി ലജ്ജിക്കുന്നതല്ല. ഒരിക്കലും ഒരു വിളക്കും അയ്യോ ഞാൻ ഈ പ്രകാശം പരത്തുന്നല്ലോ എന്ന് കരുതി അതിനൊരു ലജ്ജയില്ല. അത് ഏത് കൂരിരുട്ടിലും ആ ചെറിയ വിളക്ക് കത്തിച്ചാല് അവിടെ അതിന്റെ പ്രകാശം അത് പരത്തിയിരിക്കും. അവിടെ അതിനൊരു ലജ്ജയില്ല. അല്ലെങ്കിൽ ഇരുട്ടാണല്ലോ ഇവിടെ കൂടുതലുള്ളത്, എന്നെ കൊണ്ട് ഇവിടെ ആവശ്യമില്ല എന്ന് വെളിച്ചം ഒരിക്കലും, ഒരു ചെറിയ വെളിച്ചം പോലും അത് പറയാറില്ല. കാരണം എന്താണ്? അതിനൊരിക്കൽ പോലും ആ വെളിച്ചം പരത്തുന്നതിൽ ലജ്ജിക്കുന്നില്ല. വിളക്ക് തന്നിലുള്ള വെളിച്ചം എല്ലാവരും കാണുവാൻ തക്കവണ്ണം അത് തണ്ടിന്മേലായിരിക്കാനായിട്ടും കർത്താവ് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നു. നാം 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ
നോക്കുക. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രകാശം പരത്താതെ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വെളിച്ചം നാം മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കാതെ ആയിരിക്കുമ്പോൾ അത് ഈ വെളിച്ചം കാലപ്പഴക്കത്തിൽ ഓരോ ദിവസം കഴിയും തോറും അത് ഇരുളായിത്തീരുവാനായിട്ടും ഇടയായിത്തീരും. നമ്മളെ കുറിച്ച് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുകയും. അപ്പൊ ഓരോ ദിവസവും നാം നമ്മെക്കുറിച്ച് തന്നെ നമ്മോട് തന്നെ ചോദിക്കണം, എനിക്ക് ദൈവം കർത്താവ് ഈ പകർന്നുന്ന കർത്താവിന്റെ ഈ വെളിച്ചം എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അതോ ഞാൻ തന്നെ ഇരുളിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയാണോ എനിക്കുള്ളത്? അത് വീണ്ടും വീണ്ടും ജനിച്ച എല്ലാവരും ഓരോ ദിവസവും നാം അത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയം തന്നെ. യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷത്തില് യേശു കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് നോക്കുക, ഈ വെളിച്ചവുമായിട്ട് കർത്താവ് ഒരിക്കലും നമ്മൾ കർത്താവിന്റെ ആ കാൽപാതകളെ പിന്തുടരപ്പോൾ ഇവിടെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോറിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും പറഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല. നോക്ക, കർത്താവ് ഒരു സ്ഥലത്തേക്ക് ചെന്നു. അവിടെ സോറിന്റെയും സീദോന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. അപ്പൊ വീട്ടിൽ കടന്നപ്പോൾ അറിയാം കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അനേകർ വന്നിട്ട് കർത്താവിനെ ചുറ്റിപ്പറ്റുമെന്ന് അറിയാം. എന്നാലേ കർത്താവ് ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു. തന്റെ ഹൃദയത്തിൽ ഒരു ഇച്ഛയുണ്ടായി, ഞാൻ അല്പസമയം ഒന്നില് റെസ്റ്റ് എടുക്കുകയോ വിശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ടായിരിക്കും. എങ്കിലും മറഞ്ഞിരിക്കുവാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ആ വെളിച്ചത്തിന് മറഞ്ഞിരിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം വെളിച്ചം എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ എല്ലാം ആ പ്രകാശം കൊടുക്കുക എന്നുള്ളത് ആ വെളിച്ചത്തിന്റെ ഒരു ദൗത്യമാണ്. ഒരിക്കലും വെളിച്ചത്തെ ചൊല്ലി അതിന് മറഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല. അത് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം പ്രകാശം പരത്തുന്നതായിട്ട് ആയിത്തീരുവാനായിട്ടും സാധിക്കും. നാം യേശു കർത്താവിന്റെ ഈ കർത്താവിന്റെ ക്രൂശിന്റെ ചൂട്ടിൽ നിന്നിരുന്ന ശതാബൻ കർത്താവിനെ ക്രൂശിപ്പാനായിട്ട് കൊണ്ടുപോയി ആ ക്രൂശിലേക്ക് കടന്നു പോകുമ്പോൾ, ആ ക്രൂശിതനായിട്ടുള്ള മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവനെ ക്രൂശിപ്പാനായിട്ട് കൂടെ നിന്നിരുന്ന ഒരു പടയാളി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പടയാളി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കർത്താവ് അതിന്റെ 15-ാം അധ്യായത്തിന്റെ 17 യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഇങ്ങനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. 39-ാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവന് എതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. നോക്കുക, അവന്റെ കർത്താവിന്റെ മരണത്തിൽ പോലും നോക്കുക ആ പ്രകാശം പരത്തുന്നതായി തീരുവാനായിട്ട് ഇടയായി തീർന്നത് കർത്താവിന്റെ ദൈവത്തിന്റെ മുൻഭാഗത്താണിരുന്ന ഈ ഭൂമിയിലെ വെളിച്ചം പരത്തുന്നവനായി തീർന്നത് കൊണ്ട് തന്നെയാണ്. നമ്മെയും കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വെളിച്ചം ആ ചെറിയ വിളക്കുകളായിട്ട് നമ്മളെ എവിടെയൊക്കെ ആക്കിയിരിക്കുന്നു അവിടെയൊക്കെയും നമുക്ക് ലഭ്യമായിട്ടുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തന്നെയാണ്. അതിൽ നിന്ന് ഒട്ടും കുറച്ചല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം നമുക്ക് എപ്പോഴും വളരെ ഇംഗ്ലീഷില് വേഴ്സസ് 6, മലയാളത്തില് വേഴ്സസ് 4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ അത് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. For I am confident of this, English 6th 6-ാമത്തെ വചനം, for I am confident of this very thing that he who began a good work in you will perfect it until the day of Christ Jesus. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കും. അതിൽ കുറവുള്ളതല്ല, അതിന് തികവുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ അത് ആയിത്തീരുവാനായിട്ട് കർത്താവ് സഹായിക്കും. നാമും ഈ വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിക്കണം.
ഇത് പുറത്തു നിന്നും ഒരു വെളിച്ചം, പുറത്തുനിന്ന് അല്ല ഈ വെളിച്ചം നമ്മളിലേക്ക് പ്രകാശിക്കുന്നത്. ഈ വെളിച്ചം ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നോക്ക, നമ്മള് പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദേവാലയം ഉണ്ടാക്കുമ്പോൾ ആ ദേവാലയത്തിന്റെ ആദ്യം പറയുന്നത് പുറമേയുള്ള മതിലോ അല്ലെങ്കിൽ ബൗണ്ടറി വാളോ അല്ലെങ്കിൽ ആ സ്ഥലമോ ഒന്നുമല്ല. ആ തുടങ്ങുന്നത് തന്നെ അതിവിശുദ്ധ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ്. അതിവിശുദ്ധ സ്ഥലം അതിനുശേഷമാണ് അതിന്റെ പുറകിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കും, അതായത് ഈ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലാണ് അത് ആദ്യം പ്രകാശിക്കുന്നത്. നമുക്കാണ് ആദ്യം ആ പ്രകാശം ലഭ്യമാകുന്നത്. ആ നമ്മിൽ നിന്ന് നമ്മുടെ പ്രകാശം അത് റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പുറമേ ഒരു വെളിച്ചം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല ദൈവികമായ പ്രവൃത്തിയിലൂടെ. അത് നമ്മുടെ ഹൃദയത്തിലാണ് ആ പ്രകാശം ആദ്യം കത്തുന്നത്. ആ വെളിച്ചം ആദ്യം നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കണം. അത് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് നമ്മളുള്ള ആ അന്ധകാരം, അത് ആദ്യം തന്നെ നമ്മളിലുള്ള ആ അന്ധകാരം മാറുക എന്നുള്ളത് തന്നെയാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മിലുള്ള അന്ധകാരം എത്രമാത്രം മാറുന്നുണ്ടോ അത്രമാത്രം നാം വെളിച്ചമുള്ളവരായി തീരുവാനും അതിനുശേഷം ഈ വെളിച്ചം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് അങ്ങനെയാണ് ആ പുറത്തേക്ക് വ്യാപരിക്കുന്നത്. നാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെയാണ് അതിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്. 12-ാം അധ്യായത്തിലെ അതിന്റെ 1-ാം വചനം നമുക്കൊക്കെ, ആകയാൽ നാമും സാക്ഷികളുടെ ഈ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക. അപ്പൊ നമുക്കൊരു ഓട്ടം നമുക്ക് മുൻപിൽ വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചം നമുക്ക് ലഭ്യമായതിനു ശേഷം നമ്മൾ അവിടെ നിൽക്കുകയല്ല. വെളിച്ചം ലഭ്യമായല്ലോ, അല്ല, നാം അവിടെ നിന്നും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുന്നവരായി തീരുവാനായിട്ടും കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ഓട്ടം എവിടെയും അവസാനിക്കുന്നില്ല. കർത്താവ് ഒന്നുകിൽ നമ്മുടെ ഈ ഭൂമിയിലെ മരണപ്പെട്ടു പോകുന്നവരെയും അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവ് വരെയും നാം ഇത് മുൻപോട്ടും ആർജിതത്തോടെ ഓടേണ്ടത് തന്നെയാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ. നമുക്ക് അവിടെയൊക്കെ ഓരോ വാക്കുണ്ട്, അതിനൊക്കെ ഭയങ്കര നമ്മൾ എംഫസൈസ് ചെയ്ത്, അതിനൊരു സ്ഥിരതയുണ്ട്. അത് ഒരിക്കലും നമ്മുടെ ഇഷ്ടം പോലെ അല്ല, അതിനൊരു സ്ഥിരതയുണ്ട്. അത് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടം അത് സ്ഥിരതയോടെ, അതിന് പുറമേ ഉള്ള കാറ്റോ കോളോ മഴക്കോളോ ഒന്നും അതിനെ ബാധിക്കുകയില്ല. കാരണം എന്താണ്? നമ്മളെ വിളിച്ചിരിക്കുന്നവൻ നമുക്ക് തന്നിരിക്കുന്ന പ്രകാശം എവിടുന്നാണ്? ആ പ്രകാശത്തിലാണ് നാം ഓടുന്നത്. അതുകൊണ്ട് പുറമേയുള്ള ഒന്നും നമ്മളെ അത് ബാധിക്കുകയില്ല. ദൈവം നമ്മെ ആ വെളിച്ചത്തിലേക്ക് നടത്തുന്നത് കൊണ്ട് ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ വെളിച്ചം ഈ ഭൂമിയിലെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ വെളിച്ചം, ഇന്ന് കർത്താവ് അവസാനമായിട്ട് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. എന്നാലേ ഇന്ന് നാം ഓരോരുത്തരും ഈ ലോകത്തിന്റെ വെളിച്ചവും ഈ ലോകത്തിന്റെ ഉപ്പുമായിട്ട് ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവ് തുടങ്ങി വെച്ചത് നാം മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രം. അത് കർത്താവിൽ നിന്ന് വെളിച്ചം നമുക്ക് ലഭ്യമാകണം. അതിനുശേഷം ഇന്ന് നാം ലോകത്തിന്റെ വെളിച്ചമായിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കും വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി തന്നെ തീരുവാനായിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലൊട്ടും പിന്മാറുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലാണ് ഈ ജീവൻ തന്നിരിക്കുന്നത്, ഈ വെളിച്ചം തന്നിരിക്കുന്നത്. ആ ഉള്ളിൽ തന്നിരിക്കുന്ന ഈ ജീവൻ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന രീതിയിൽ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പകരാതെ അത് നമുക്ക് ഇരുളിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യജീവൻ പ്രാപിപ്പാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന ഈ നമ്മുടെ ഇരുള് മാറി നാം വെളിച്ചത്തിലേക്ക് കടന്നു വരികയും അത് മറ്റുള്ളവരെ ആ വെളിച്ചത്തിലേക്ക് നയിപ്പാനായിട്ടും കർത്താവ് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഇതിനായിട്ട് ഓടാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.